കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മേഖലയാണ് ക്ഷേമ പദ്ധതികൾ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെൻഷൻ കുടിശ്ശിക, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ കാരണം നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ക്ഷേമ പദ്ധതികൾക്ക് വലിയ ശ്രദ്ധ ലഭിക്കുന്നത്. കേരളത്തിലെ വീട്ടമ്മമാർക്കായി പുതിയ ധനസഹായ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ വലിയതാണ്. സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾക്ക് കൂടുതൽ വായ്പാ സഹായം നൽകാൻ സർക്കാർ തയ്യാറെടുക്കുന്നെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കുടുംബ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് നേരിട്ട് സഹായം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പദ്ധതി വന്നാൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകും. സ്ത്രീകൾക്കായി പ്രത്യേക ഹെൽപ്പ് ലൈൻ, നിയമസഹായം, അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ്, സൗജന്യ കോച്ചിംഗ്, ലാപ്ടോപ്പ് സഹായം എന്നിവ ഉൾപ്പെടുന്ന പദ്ധതികളും സർക്കാർ പരിഗണിക്കുമെന്നാണ് രാഷ്ട്രീയ ചർച്ചകൾ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവിനാണ്. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക പെൻഷൻ എന്നിവയിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമാണ്. കുടിശ്ശികകൾ വേഗത്തിൽ വിതരണം ചെയ്യുക എന്നത് പുതിയ സർക്കാരിന്റെ ആദ്യ വെല്ലുവിളികളിൽ ഒന്നായിരിക്കും. പല കുടുംബങ്ങളും ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതാണ്. പെൻഷൻ തുക കൃത്യമായിട്ട് ലഭിക്കുമോ? തുക വർദ്ധിപ്പിക്കുമോ? കുടിശ്ശിക മുഴുവൻ ലഭിക്കുമോ? ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. പുതിയ സർക്കാർ ഇത് പ്രധാന വിഷയമായി എടുത്തേക്കും. IT പാർക്കുകൾ, സ്റ്റാർട്ടപ്പ് മേഖല, സ്വകാര്യ നിക്ഷേപം, ടൂറിസം മേഖല എന്നിവയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുമെന്ന റിപ്പോർട്ടുകൾ. കേരള PSC റാങ്ക് ഹോൾഡർമാർക്കായി നിയമന നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന യുവാക്കൾക്ക് സർക്കാർ സഹായം, നിയമസഹായം, പരിശീലനം എന്നിവയും പുതിയ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരും. കേരളത്തിലെ കർഷകർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. റബ്ബർ വില, നെല്ല് സംഭരണം, വന്യമൃഗശല്യം, കൃഷിനാശം ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു. പുതിയ സർക്കാർ കർഷകർക്കായി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും ഉയരുകയാണ്. ചെറുകിട കർഷകർക്ക് വായ്പാ സഹായവും പലിശയിളവും ലഭിക്കുമെന്നാണ് ചർച്ചകൾ. പ്രളയം, വരൾച്ച, വന്യമൃഗ ആക്രമണം എന്നിവ മൂലമുള്ള നഷ്ടങ്ങൾക്ക് വേഗത്തിൽ നഷ്ടപരിഹാരം നൽകുന്ന സംവിധാനം ശക്തമാക്കാനാണ് ശ്രമം. ഇതുകൂടാതെ കേരളത്തിലെ റോഡുകൾ, പാലങ്ങൾ, നഗരവികസനം എന്നിവയും പുതിയ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെടും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ വലിയ വികസന പദ്ധതികൾ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷ. കേരള ടൂറിസത്തെ വീണ്ടും ശക്തിപ്പെടുത്താൻ സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നാണ് സൂചനകൾ. ബീച്ച് ടൂറിസം, ഹിൽ സ്റ്റേഷൻ വികസനം, ആയുർവേദ ടൂറിസം, ക്രൂസ് ടൂറിസം ഇതെല്ലാം കൂടുതൽ വികസിപ്പിക്കാൻ ശ്രമം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾ കാണാം. സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. സാധാരണക്കാരന് മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുന്നതാണ് ലക്ഷ്യം. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആരോഗ്യ മേഖല വികസിപ്പിക്കാൻ പുതിയ പദ്ധതികൾ വരാനിടയുണ്ട്. പുതിയ മെഡിക്കൽ കോളേജുകളാണ് അടുത്തത്. വിദ്യാഭ്യാസ രംഗത്തെ പുതിയ നീക്കങ്ങളാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളും കോളേജുകളും കൂടുതൽ ആധുനികമാക്കുക എന്നതും പുതിയ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കും. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, പുതിയ ലാബുകൾ, സ്കോളർഷിപ്പുകൾ, വിദ്യാർത്ഥി സഹായ പദ്ധതികൾ ഇതെല്ലാം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ജീവിത ചെലവ് കുറയണം, പെൻഷൻ സമയത്ത് ലഭിക്കണം, യുവാക്കൾക്ക് ജോലി വേണം, സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ വേണം, വികസനം വേണം. ഈ പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയെത്തുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വലിയ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുവതലമുറയെയും സാധാരണ ജനങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. UDFന്റെ വലിയ വിജയം കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി കേരളം കാത്തിരിക്കുന്നത് പുതിയ മന്ത്രിസഭ, ആദ്യ ബജറ്റ്, ആദ്യ പ്രഖ്യാപനങ്ങൾ, പെൻഷൻ തീരുമാനങ്ങൾ, സ്ത്രീകൾക്കുള്ള പുതിയ പദ്ധതികൾ, യുവാക്കൾക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ, വികസന പാക്കേജുകൾ ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വാർത്തകളായി മാറും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: വാഗ്ദാനങ്ങൾ മാത്രമല്ല, പ്രായോഗികമായ മാറ്റങ്ങൾ ഉണ്ടാവണം. സാധാരണക്കാരന്റെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാവണം. ഇതോടെ പുതിയ UDF സർക്കാരിന്റെ യാത്ര ആരംഭിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.